ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടത്തപ്പെട്ട CCBIയുടെ 36ാമത് പ്ലീനറി സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ സഭാവിശ്വാസികളെ അഭിസംബോധന ചെയ്ത് കത്ത് പുറത്തിറക്കി ഇന്ത്യയിലെ ലത്തീൻ ബിഷപ്പുമാർ. സഭയുടെ കൂട്ടായ്മ, പങ്കാളിത്തം, ദൗത്യം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതായിരുന്നു കത്ത്. ജനുവരി 28-ന് ഭുവനേശ്വറിലെ XIM യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ച പ്ലീനറി അസംബ്ലി ഫെബ്രുവരി 4-നാണ് സമാപിച്ചത്. CCBIയുടെ നാഷണൽ സിന്തസിസ്, FABC ബാങ്കോക്ക് 50 ഡോക്യുമെന്റ്, പാസ്റ്ററൽ പ്ലാൻ മിഷൻ 2033 ഉൾപ്പെടെ 16 കമ്മീഷനുകളിലും 4 അപ്പസ്തോലേറ്റുകളിലും 14 റീജിയണൽ ബിഷപ്പ് കൗൺസിലുകളിലും നിന്നുള്ള റിപ്പോർട്ടുകളും പ്ലീനറി സമ്മേളനം അവലോകനം ചെയ്തു. വിശ്വാസ രൂപീകരണം, യുവാക്കളും കുടുംബവും, സാമൂഹിക നീതി, ലിംഗസമത്വം, ഡിജിറ്റൽ സുവിശേഷവൽക്കരണം, പാരിസ്ഥിതിക ഉത്തരവാദിത്തം, മതാന്തര സംവാദം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളും ബിഷപ്പുമാർ ചർച്ച ചെയ്തു. അതോടൊപ്പം ഇടവകയിലും രൂപതാ കൗൺസിലുകളിലും പ്രാർത്ഥനാപൂർവമായ ശ്രവണത്തിൻ്റെയും വിവേചനത്തിൻ്റെയും പാത പിന്തുടരുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു സിനഡൽ സമീപനം വളർത്തിയെടുക്കുമെന്ന് ബിഷപ്പുമാർ അസംബ്ലിയിൽ പ്രതിജ്ഞയെടുത്തു. കത്തോലിക്കാ സഭ ജൂബിലി വർഷമായി പ്രഖ്യാപിച്ച 2025-ൽ സിനഡാലിറ്റിയെ ഒരുമിച്ചുള്ള ജീവിതമാർഗമായി സ്വീകരിക്കാൻ ബിഷപ്പുമാർ എല്ലാ കത്തോലിക്കരോടും ആഹ്വാനം ചെയ്തു. CCBIയുടെ അധ്യക്ഷനായി ഗോവ ആൻഡ് ദാമൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി ഫറോവയെ വീണ്ടും സമ്മേളനം തിരഞ്ഞെടുത്തിരുന്നു. ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മച്ചാഡോയെ വൈസ് പ്രസിഡന്റായും റാഞ്ചി ആർച്ച് ബിഷപ്പ് വിൻസെന്റ് ഏൻഡിനെ സെക്രട്ടറി ജനറലായും അസംബ്ലിയിൽ തിരഞ്ഞെടുത്തിരുന്നു. 132 രൂപതകളുടെയും 209 ബിഷപ്പുമാരെയും പ്രതിനിധീകരിക്കുന്ന CCBI ഏഷ്യയിലെ ഏറ്റവും വലിയ ദേശീയ എപ്പിസ്കോപ്പൽ കോൺഫറൻസും ആഗോളതലത്തിൽ 4ാമത്തെ വലിയ കോൺഫറൻസുമാണ്.